പി.ടി. തോമസിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ഇടുക്കി ഉപ്പുതോടിലെ വീട്ടിലും ഇടുക്കി DCC ഓഫീസിലും ആയിരങ്ങളാണ് പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. വെല്ലൂരിൽ നിന്ന് പുലർച്ചെ 4 കമ്പം വീട്ടിലെത്തിച്ച മൃതദേഹം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, DCC അധ്യക്ഷൻ CP മാത്യു, സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ എന്നിവർ ഏറ്റുവാങ്ങി. അവിടെ നിന്ന് വിലാപയാത്രയായി മൃതദേഹം ഉപ്പുതോടിലെ വീട്ടിലെത്തിച്ചു. ഇടുക്കി പാലാ ബിഷപ്പുമാരും PT.ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഇടുക്കി DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഇപ്പോൾ തൊടുപുഴയിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയാകും മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുക. 5:30-ക്കാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, കൊച്ചിയിലെ PT.യുടെ വസതിയിൽ നിന്നും ഡാനി പോൾ എന്നിവർ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഇപ്പോൾ തൊടുപുഴയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴവിടെ എത്തും? അവിടെ എവിടെയാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്? രേണുക, പുലർച്ചെ 4:30-യോടെയാണ് PT.യുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഉപ്പുതോട്ടിലെ വീട്ടിലെത്തിയത്. നിരവധി യാത്രകൾ PT പുറപ്പെട്ടത് ആ വീട്ടിൽ നിന്നാണ്. അനന്തപുരിയിലേക്കും ഇന്ദ്രപ്രസ്ഥത്തിലേക്കുമൊക്കെയുള്ള PT.യുടെ യാത്രകൾ ആരംഭിച്ചതും ആ വീട്ടിൽ നിന്നാണ്. 15 കിലോമീറ്റർ കാൽനടയായി ആ വീട്ടിൽ നിന്നും പുറപ്പെട്ടാണ് പാറത്തോട് സ്കൂളിൽ PT വിദ്യാഭ്യാസം നടത്തിയത്. പിന്നീട് ന്യൂമാൻ കോളേജിലും മഹാരാജാസ് കോളേജിലും അടക്കം ഇടുക്കി ജില്ലയുടെ ഇടുക്കി DCC പ്രസിഡന്റായി ഒക്കെ PT മാറുന്നു. ഇടുക്കിയുടെ MP ആവുന്നു, MLA ആവുന്നു തുടങ്ങിയ ഈ യാത്രകളെല്ലാം തുടങ്ങിയ വീട്ടിൽ നിന്നും 5:30-യോടുകൂടിയാണ് PT തന്റെ അവസാന യാത്ര ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ദീർഘനാൾ തന്റെ തട്ടകമായിരുന്ന DCC ഓഫീസിലാണ് ആദ്യം PT.യുടെ ഭൗതിക ശരീരം, പിന്നീട് മൃതദേഹം ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പ്രവർത്തകർക്ക് അവസരമൊരുക്കിയത്. അതിനുശേഷം വിലാപയാത്ര ഇപ്പോൾ പൈനാവ് താണ്ടി കുളമാവ് താണ്ടി മൂലമറ്റം ഭാഗത്തേക്ക് എത്തുന്നു. മൂലമറ്റത്തേക്ക് എത്തിച്ചേർന്ന ശേഷം അവിടെ നിന്നും പിന്നീട് തൊടുപുഴ രാജീവ് ഭവനിൽ അദ്ദേഹത്തിന്റെ ദീർഘനാൾ കർമ്മപദമായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് അദ്ദേഹം ആദ്യ പ്രാഥമിക കോളേജ് വിദ്യാഭ്യാസം നടത്തിയത്. അതിനുശേഷം പിന്നീട് MP ആയും തൊടുപുഴയുടെ MLA-യുമായൊക്കെ അദ്ദേഹം ദീർഘനാൾ സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് തൊടുപുഴയിലാണ്. വിപുലമായ സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തകരുടെ ഒരു വലിയ നിര അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. തൊടുപുഴയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തൊടുപുഴയിലും എന്തായാലും വരുന്ന ആളുകൾക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ അർദ്ധരാത്രി കൂടിയാവും ഭൗതിക ശരീരം ഇടുക്കി ജില്ലയിൽ എത്തുക എന്നാണ് കരുതിയത്. എന്നാൽ വെല്ലൂരിൽ നിന്നുള്ള ദീർഘയാത്രയ്ക്കൊടുവിൽ കമ്പംമെട്ടും കട്ടപ്പനയും ഒക്കെ താണ്ടി ഇവിടേക്ക് എത്തിയപ്പോഴേക്കും പുലർച്ചെ 4:30 മണിയായി. അതുകൊണ്ട് തന്നെ തൊടുപുഴയിൽ എത്തുമ്പോൾ അർദ്ധരാത്രി എത്തുമെന്ന് പ്രതീക്ഷിച്ചത് രാവിലെ എത്തുമ്പോൾ കൂടുതൽ ആളുകൾക്ക് കാണാനും കൂടുതൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയൊരു ജനക്കൂട്ടം തൊടുപുഴയിലും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു കൃത്യമായ സമയക്രമം ഇപ്പോൾ പറയുന്നില്ല. കാരണം നിലവിൽ തന്നെ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും ഒരുപാട് വൈകിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എറണാകുളത്ത് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി എത്തുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം നൽകിയ ശേഷം ഭൗതിക ശരീരം എറണാകുളത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെ ഉപ്പുതോട്ടിലെ വീട്ടിൽ ഏതാണ്ട് 1 മണിക്കൂർ കൃത്യമായി വീട്ടിൽ അനുജന്റെ സഹോദരന്റെ വീട്ടിൽ ആണ് മൃതദേഹം എത്തിച്ചത്. അവിടെ ഇടുക്കി ബിഷപ്പും പാലാ ബിഷപ്പും അടക്കമുള്ള ആളുകൾ എത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് PT.യെ കാണാനുള്ള അവസരം ഒരുക്കും എന്നാണ് അധികൃതർ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച് ആ വാർത്ത വന്നപ്പോൾ മുതൽ തന്നെ വളരെ വൈകാരികമായ പ്രതികരണങ്ങളും മറ്റും അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന്, ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നൊക്കെ ഉണ്ടായി. പലരും വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു വാക്കുപോലും സംസാരിക്കാനാകാതെ ഒക്കെയുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ മൃതദേഹം എത്തി അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് യാത്രയായി ഇപ്പോൾ നൽകുന്നത്? ഇതുപോലെയുള്ള വൈകാരിക രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ പുലർച്ചെയായിരുന്നു മൃതദേഹം അവിടെ എത്തിച്ചത്. ആ സമയത്തും അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ആളുകൾ.
തീർച്ചയായും ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാത്ത് ഉപ്പുതോട്ടിലേക്ക് എത്തിയിരുന്നു. സ്ത്രീകളടക്കമുള്ള നിരവധി പേർ പുലർച്ചെയായിട്ടും ഉണ്ടായിരുന്നു. അവരൊക്കെ വിങ്ങിപ്പൊട്ടുന്ന കണ്ണുകളോടെയാണ്, മുഖത്തോടെയാണ് PTയെ വരവേറ്റത്. കാരണം നമുക്കറിയാം, ഒരു ദീർഘനാൾ കാലയളവ് ഇടുക്കിയിലെ ജനപ്രതിനിധിയും ഇടുക്കിയിലെ സംഘടനാ പ്രവർത്തനവുമൊക്കെ PT സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഈ അവസാന കാലത്തെ 6-7 വർഷം മാത്രമാണ് എറണാകുളം ജില്ലയിലേക്ക് ഇടുക്കി പോയത്. ഏത് പ്രവർത്തനങ്ങളായാലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒപ്പം നിൽക്കുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ആളുകളെ കേൾക്കാൻ തയ്യാറാവുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു PT തോമസ്. ഇടുക്കിയുടെ വിസ്തൃതി തന്നെ നമുക്കറിയാം, വളരെ വിശാലമായ ജില്ലയാണ്. അതിന്റെ ഓരോ മുക്കിലും മൂലയിലും PT കൃത്യമായി എത്തിയിരുന്നു. ഒപ്പം ഇടുക്കി ജില്ലയ്ക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾക്കായി എക്കാലവും നിലനിൽക്കുന്ന ഒരു നേതാവ് കൂടി ആയിരുന്നു PT തോമസ്. അതുകൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇടുക്കി ജില്ല വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്നലെ DCC പ്രസിഡന്റും മറ്റും നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ വിഷയത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ആ തെരഞ്ഞെടുപ്പിൽ PTയെ മത്സരിപ്പിച്ചിരുന്നെങ്കിലും PT തന്നെ ജയിക്കുകയായിരുന്നുള്ളൂ. പക്ഷേ പാർട്ടി അത്തരം ഒരു തീരുമാനത്തിലേക്ക് മാറുന്നു. എറണാകുളം ജില്ലയിലേക്ക് PTയെ പറിച്ചിടാൻ തീരുമാനിച്ചപ്പോഴും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തന എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ പാർട്ടിയുടെ തീരുമാനം ശിരസ വഹിക്കുകയാണ് PT ചെയ്തത്. പക്ഷേ അന്ന് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയകാലത്ത് PT ഉന്നയിച്ച വിഷയങ്ങൾ കാലിക പ്രസക്തമാണെന്നും അത് ഇടുക്കിയുടെ ദീർഘനാൾ ഉള്ള മുന്നോട്ടു പോക്കിന് കുതിപ്പിന് അനിവാര്യമാണ് എന്നും ഈ കഴിഞ്ഞ പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ എല്ലാവരും ആവർത്തിച്ചു. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ആളുകൾ PTയുടെ നിലപാട് തന്നെയായിരുന്നു ശരിയെന്ന് പറയുന്നു. PTയുടെ നിലപാട് ശരിയെന്ന് കാലം തെളിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ഒരു വലിയ ജനക്കൂട്ടം എതിരായി വരുമ്പോഴും തന്റേതെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ശരികൾക്ക് വേണ്ടി നിലനിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ ജനക്കൂട്ടത്തിന്റെ തീരുമാനത്തിന് അനുസൃതമായി രാഷ്ട്രീയ നേതാക്കൾ തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു സമയത്തും അചഞ്ചലമായി തന്നെ ഇടുക്കിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഇത്തരം കാര്യങ്ങൾ, പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ് എന്ന് കരുതിയ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇടുക്കി കൊണ്ട് മാത്രം അദ്ദേഹം ഇത് ഒഴിവാക്കിയില്ല. നമുക്കറിയാം, കാക്കനാടൊക്കെ ഉള്ള കിഴക്കമ്പലത്തെ സ്വകാര്യ കമ്പനി കടമ്പ്രയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നു എന്ന് പറഞ്ഞ് കമ്പനിയെ പരസ്യമായി വെല്ലുവിളിച്ച് അല്ലെങ്കിൽ അതിൽ നീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം ഇടപെടലുകൾ നടത്തിയ ഒരു ആൾ കൂടിയാണ് PT. കാരണം തീർച്ചയായും അങ്ങനെ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട പൊതുപ്രവർത്തകൻ കൂടിയാണ് PT. അതും ഉറച്ച നിലപാടുകളുടെ ഉറച്ച ബോധ്യത്തോടെ നിലനിന്ന വ്യക്തി കൂടിയാണ്. അതിലുണ്ടാകുന്ന വ്യക്തിപരമായ നഷ്ടങ്ങൾ പോലും വകവയ്ക്കാതെ അത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുതന്നെയാണ് PTയെ വ്യത്യസ്തനാക്കുന്നതും. ഞാൻ തിരിച്ചെത്താം അനീഷിലേക്ക്. ഇപ്പോൾ പാലാരിവട്ടത്തെ PTയുടെ വസതിയിൽ ഡാനി പോളുണ്ട്. ഡാനി, ഇന്നലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ആളുകൾ ഈ പാലാരിവട്ടത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 9 മണിയാകും അവിടെ മൃതദേഹം എത്താനാണ്. ഒരുപക്ഷെ അത് ഇനിയും വൈകിയേക്കാവുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് അവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ? പുലർച്ചെയും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയാണോ? രേണുക, ഇന്നലെ ഈ വിവരം PTയുടെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ PTയുടെ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ ഇവിടെ പാലാരവട്ടത്തുള്ള നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന വയലാശ്ശേരി റോഡിലുള്ള PTയുടെ വീട്ടിലേക്കും എല്ലാം തന്നെ നിരവധി പേരാണ്, പ്രവർത്തകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അറിയുന്നവരുമാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ 6 മണിയോടുകൂടിയാണ് PTയുടെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്തിൽ മാറ്റമുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ട് പോലും ഒട്ടനവധി പേർ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം PTയെ കാണുക, ഏറ്റവും നഗരത്തിലേക്ക് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് എത്തുന്ന ആ സമയത്ത് തന്നെ PTയെ ആദ്യമായി കാണുക എന്നത് തന്നെയാണ്. പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ മറ്റ് പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും PT വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് കൂടുതലായും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ KP മോഹൻ ചേരുന്നു. എങ്ങനെ PTയെ അനുസ്മരിക്കുന്നു? കാരണം നിങ്ങൾ ഒരുമിച്ച് ഏറെക്കാലം നിയമസഭ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? 2001 മുതലുള്ള നിയമസഭാ സാമാജികൻ എന്ന ബന്ധമാണ് കൂടുതൽ ഞങ്ങൾ അടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരു പ്രധാനപ്പെട്ടതായിട്ടാണ് നമുക്ക് കണ്ടത്. നല്ല രീതിയിലുള്ള പ്രസംഗവും അതോടൊപ്പം നല്ല രീതിയിലുള്ള പെരുമാറ്റവും എല്ലാവരും ഞങ്ങളൊക്കെ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് പറയുന്നത് കണ്ടൻസ് ഉള്ള കാര്യങ്ങളെ പറയും. അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. അർത്ഥവത്തായ കാര്യങ്ങൾ മൂല്യബോധത്തോടു കൂടി സംസാരിച്ച്
നാടിനും സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഗുണകരമായിട്ട് വരണം എന്നാഗ്രഹിച്ചതായിരുന്നു ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ ഈ നിയമസഭയിൽ ഈ അടുത്ത കാലത്ത് ഈ നിയമസഭയിൽ അദ്ദേഹമുള്ള സമയത്തൊക്കെ തന്നെ ലൈവായിരുന്നു ആ ഭാഗം. ഞങ്ങൾക്കും അദ്ദേഹം ഇല്ലാത്ത സമയത്ത്, അദ്ദേഹം ആശുപത്രിയിൽ പോയ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ ഇടതുപക്ഷത്തുള്ള ഭരണപക്ഷത്തുള്ള ഞങ്ങൾക്ക് പോലും എന്തോ ഒരു അഭാവം അവിടെ ഉണ്ടായെന്ന് തോന്നിപ്പോയി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അടക്കം എതിർത്ത് പറയുമ്പോൾ അത് കണ്ടൻസ് ഉണ്ട്. മുഖ്യമന്ത്രിക്ക് പോലും സ്വീകാര്യമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എതിർത്ത് പറയുക, നല്ല ഭാഷയിലും നല്ല ഉദാഹരണങ്ങളോട് കൂടിയിട്ട്. അതൊക്കെ ഞങ്ങൾക്കും കൂടി മാതൃകയായിരുന്നു. പിന്നെ പഠിച്ച കാര്യങ്ങൾ പറയും, പുസ്തകങ്ങൾ പറയും. അത് വലിയൊരു ഇത് തന്നെയാണ്. നിയമസാമാജികർക്ക് പാഠമാക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും MP എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മാതൃകാപരമായിട്ട്. LGD നേതാവ് ശ്രീ KP മോഹനാണ് നമ്മളോട് സംസാരിച്ചത്. നിരവധിയായ നേതാക്കളടക്കം ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തോട് ഈ രാഷ്ട്രീയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളൊരു അളവുകോൽ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഊഷ്മളമായി തന്നെ എല്ലാവരെയും തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ തന്നെയാണ് നമുക്കിവിടെ ഇന്നലെ മുതൽ തന്നെ കാണാനാവുന്നത്. ഇന്ന് രാവിലെ ആവുമ്പോഴും സമയം വൈകും ഇവിടേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരാനെന്ന് അറിയുമ്പോഴും ഇവിടേക്ക് വരുന്നവരുടെ എണ്ണത്തിലോ കാര്യങ്ങളിലോ ഒന്നും യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. കൂടുതൽ പേരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര കണ്ട ഒരു ആത്മബന്ധം അദ്ദേഹം ഇവിടേക്ക് ഈ പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നു. അതിൻ്റെ എല്ലാം തന്നെ ഒരു പ്രതിഫലനങ്ങൾ ഇവിടെ കാണാം. ഇന്നലെ ഇതറിഞ്ഞത് മുതൽ ഓഫീസിലേക്കും മറ്റും എത്തിക്കൊണ്ടിരുന്നവർ പലപ്പോഴും കരഞ്ഞുകൊണ്ടായിരുന്നു ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിനു ശേഷം പിന്നീട് ഈ ക്രമീകരണങ്ങൾ നാളെ, അതായത് ഇന്ന് നടത്താനിരിക്കുന്ന ക്രമീകരണങ്ങളിലേക്ക് അടക്കം പ്രവർത്തകർ മാറുമ്പോൾ കൂടിയും ആ തിരക്കിനിടയിലും ഈ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നവരെ കാണാമായിരുന്നു. ഇന്ന് എന്തായാലും ഈ സമയം വൈകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സ്ഥലങ്ങളുടെ കാര്യത്തിൽ, അതായത് PTA എത്തിക്കുക, ആദ്യം വീട്ടിലും അതിനുശേഷം ടൗൺ ഹാൾ, അതിനുശേഷം DCC ഓഫീസ്, പിന്നീട് ടൗൺ ഹാള്, പിന്നീട് കാക്കനാട് കമ്മ്യൂണിറ്റി ഹാൾ, അതിനുശേഷം സംസ്കാരം എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങൾക്ക് സമയക്രമത്തിൽ ഒരു മാറ്റം വരുമെങ്കിൽ കൂടിയും പക്ഷേ അതിനിടയിൽ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ചെന്നെത്തിച്ചേരുമെന്ന രീതിയിലേക്ക് ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിലും PTA കാണുന്നതും PTA പലതവണ പ്രവർത്തകർ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അതേ ഓർമ്മകളിൽ തന്നെയാണ് പ്രവർത്തകർ എത്തുന്നത്. എങ്ങനെ അനുസ്മരിക്കുന്നു നിങ്ങളെല്ലാം PTA? പറഞ്ഞറിയിക്കാൻ പാടില്ലാത്തൊരു വിഷമത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ വേർപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഉടനെ അതിനൊരു പ്രതിവിധിയും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്ന, എടുത്ത കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിക്കുന്ന ഒരു നേതാവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൗൺസിലർമാരോടക്കം ഇടപെടുന്നതിന്, അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാം തന്നെ സമയം കണ്ടെത്തിയിരുന്ന ഒരു തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ പ്രശ്നങ്ങളിലും നമ്മളുമായിട്ട് സംസാരിച്ച് ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുന്ന മാർഗങ്ങളിൽ സമയം കണ്ടെത്തി നമ്മളോട് വരികയും ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പേര് ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണ പ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും മറ്റ് ഉത്തരവാദിത്വ സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെയും എല്ലാം തന്നെ ഒരു വലിയ നിര ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പൊതുദർശനം എന്ന രീതിയിലേക്ക് ഒരു വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ എറണാകുളം ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ തൃക്കാക്കരയിലെ കമ്മ്യൂണിറ്റി ഹാളിനുമെല്ലാമാണ് അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതെങ്കിൽ കൂടിയും ആ രീതിയിലേക്കല്ല. കാരണം PT എത്തുന്നിടങ്ങളിലെല്ലാം തന്നെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇനിയുള്ള ഒരു സമയക്രമത്തെയും ഒരുപക്ഷെ അത് ബാധിച്ചേക്കാം, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സമയം ഇതിലൊരു വലിയ വിഷയമായിട്ട് തന്നെ മാറിയേക്കാം. കാരണം സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ആ നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഇപ്പോഴേ തന്നെ ഉയരുന്നുണ്ട്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു ഇതിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കേണ്ടതുണ്ട്. സമയം വൈകിയാണെങ്കിലും എല്ലാവർക്കും കണ്ട് പോകുവാനുള്ള, അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം തീർച്ചയായും എല്ലാവർക്കും പ്രിയപ്പെട്ട PTക്ക്
അന്തിമോപചാരം അർപ്പിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കാനുള്ള ശ്രമം കൂടിയാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ തൊടുപുഴയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം. അതിനുശേഷം 9 മണിയോടുകൂടി പാലാരിവട്ടത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യം എത്തിക്കും എന്നാണ് കരുതുന്നത്. അതിനുശേഷം DCC ഓഫീസിലും പിന്നീട് ഇന്നലെ നിശ്ചയിച്ച പ്രകാരം ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. സംസ്കാരം നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്താനുള്ള ശ്രമങ്ങളാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞാൻ പ്രതിനിധികളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അന്തരിച്ച PT തോമസിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ മൂലമറ്റത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഏറെ നാൾ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്ന സ്ഥലങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. 4:30 കൂടിയാണ് ഉപ്പുതൊട്ടിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറോളം അവിടെ മൃതദേഹം ഉണ്ടായിരുന്നു. നിരവധി പേർ ഇന്നലെ മുതൽ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അവിടെ എത്തിയവരൊക്കെയും അവിടെ അതിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ അവിടെ നിന്നും MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വിലാപയാത്ര മൂലമറ്റത്തെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പൊതുദർശനമുണ്ടോ? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? രേണുക, പൊതുദർശനത്തിനുള്ള അനുമതി ഇവിടെ ഉണ്ടായില്ല. കാരണം ചുരമിറങ്ങി താഴേക്ക് എത്തിയ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തൊടുപുഴയ്ക്ക് ഇപ്പോൾ പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നിരവധി ആളുകൾ കാത്തു നിൽപ്പുണ്ട്. ഈ ഇരുവശത്തു നിന്നും ആളുകൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ആംബുലൻസിലാണ് ഭൗതിക ശരീരം സൂക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകൾ വഴിയരികിൽ നിന്ന് അന്തിമോപചാരം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വഴി നീളെ ആളുകൾ ഇരുവശത്തും കൂടി നിൽക്കുന്നു. അവർ അദ്ദേഹത്തിന് അവിടെ നിന്ന് തന്നെ അഭിവാദ്യം അർപ്പിച്ച ശേഷം പിന്നീട് യാത്ര തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇനി തൊടുപുഴയിലാണ് ഒരു പൊതുദർശനം ഉള്ളത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളും അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയോടൊപ്പം ഇപ്പോൾ പുറപ്പെടുകയാണ്. രേണുക, തീർച്ചയായും അനീഷ്, 4:30 കൂടിയാണ് കേരളത്തിൽ മൃതദേഹം എത്തിച്ചത്. അവിടെ ആദ്യം അദ്ദേഹത്തിൻ്റെ ജന്മവീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കുകയായിരുന്നു. എങ്ങനെയാണ് ജന്മനാട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നത്? വിലാപയാത്ര, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, അല്പം വേഗത്തിൽ തന്നെയാണ്. ഈ സമയക്രമമൊക്കെ പാലിക്കാനും എറണാകുളത്തെത്തിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷത്തിൽ പറഞ്ഞ പ്രകാരമുള്ള സംസ്കാര ചടങ്ങിലേക്ക് വരെയും ഒക്കെ എത്താനുള്ള സമയം, അതൊക്കെയും ക്രമീകരണങ്ങൾ അനുസരിച്ച് നടക്കാൻ ഉണ്ട്. അതുകൊണ്ടാകാം അല്പം വേഗത്തിൽ തന്നെ വാഹനം കടന്നു പോകുന്നത് നമുക്ക് കാണാം. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നത്? നേരത്തെ ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഭൗതിക ശരീരം ഒപ്പത്തിലെത്തും എന്നാണ് കരുതിയത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ സംഭാഷണം വ്യക്തമാകുന്നില്ല. എന്തായാലും അനീഷ് നൽകിയ വിവരമനുസരിച്ച് മൃതദേഹം ഇപ്പോൾ മൂലമറ്റത്ത് കടന്നുപോയിരിക്കുന്നു. മൂലമറ്റം, അവിടെ പൊതുദർശനമില്ല. അല്പസമയത്തിനകം തൊടുപുഴയിൽ മൃതദേഹം എത്തിക്കും. അവിടെ പൊതുദർശനവും ഉണ്ടാകും. അങ്ങനെയാണ് ക്രമീകരണങ്ങൾ. അതിനുശേഷമായിരിക്കും എറണാകുളത്തേക്ക് മൃതദേഹം കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 9 മണിയോടുകൂടി പാലാരിവട്ടത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ മൃതദേഹം എത്തിക്കും എന്നതാണ്. നേരത്തെ നിശ്ചയിച്ചതിലും സമയം ചിലപ്പം കുറഞ്ഞേക്കും. പാലാരിവട്ടത്ത് നിന്ന് പിന്നീട് DCC ഓഫീസിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുവരിക. അവിടെയൊക്കെ നേരത്തെ 1 മണിക്കൂർ പൊതുദർശനം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. ആ സമയം ഒരുപക്ഷെ കുറയാനുള്ള സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കും. അദ്ദേഹം ടൗൺ ഹാളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ TG സജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജിത്ത്, ഇന്നലെ PT-യുടെ മരണം, അപ്രതീക്ഷിത മരണത്തിൻ്റെ വാർത്ത എത്തിയത് മുതൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ അദ്ദേഹവുമായുള്ള അടുപ്പവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ കണിശതയെക്കുറിച്ചൊക്കെയും നമ്മളോട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവിന് ലഭിക്കാവുന്ന പരമാവധി അംഗീകാരമാണോ അന്ത്യയാത്രയിൽ PT-ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം കാണിച്ച സത്യസന്ധതയുടെ, അദ്ദേഹത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെയൊക്കെയും ഫലമാണോ അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയിൽ കേരളം നൽകുന്ന ഈ യാത്രാമൊഴി?
രേണുക, ഇന്നലെ പി ടി തോമസ് മരിച്ചതിന് ശേഷം, അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഇടുക്കി ജില്ലയിലേക്ക് കൊണ്ടുവരിക എന്നൊരു പരിപാടി ആദ്യം ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഇടുക്കിയും പി ടി തോമസുമായുള്ള ആത്മബന്ധം, ഇടുക്കിക്കാർക്ക് പി ടി തോമസുമായുള്ള ആത്മബന്ധം, ഇതിന്റെ ഒരു വികാര പ്രകടനം തീർച്ചയായും ഉണ്ടാകുമെന്നതുകൊണ്ട് കൂടി തന്നെയാണ് ഒടുവിൽ സമയപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇടുക്കിയെ കൂടി ഈ അന്ത്യയാത്രയിൽ ഉൾപ്പെടുത്തിയത്. കാരണം അത്രമേൽ ഇടുക്കി എന്ന പ്രദേശവുമായി പി ടി തോമസ് ഇഴുകിച്ചേർന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും ഇടുക്കിക്കാരനായി നിൽക്കാൻ, അല്ലെങ്കിൽ ഇടുക്കിയുടെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിൽക്കാൻ അദ്ദേഹം ശ്രദ്ധയൂന്നി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. രണ്ട് രീതിയിൽ നമുക്ക് പി ടി തോമസിന്റെ രാഷ്ട്രീയ ജീവിതത്തെ വേർതിരിക്കാം. ഒന്ന്, KSU പ്രവർത്തകരായി മഹാരാജാസ് കോളേജിൽ നിന്നുള്ള തുടക്കം, പിന്നീട് അത് പടിപടിയായി വളർന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി മാറി അദ്ദേഹം ഒരു സംസ്ഥാന നേതാവായി മാറുന്നു. പക്ഷെ പിന്നീട് KSUവിലെ അന്നത്തെ പിളർപ്പും സാഹചര്യവും മൂലം അദ്ദേഹം വീണ്ടും ഇടുക്കിക്ക് തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇടുക്കിക്ക് തിരിച്ചുപോയി അന്നത്തെ ജില്ലാ കൗൺസിൽ അംഗമായി അദ്ദേഹം മത്സരിച്ച് പൂർണ്ണമായും ഇടുക്കി കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹം മാറുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ. പിന്നീടാണ് നമ്മളിപ്പോൾ കാണുന്ന പി ടി തോമസിന്റെ വളർച്ച പല ഘട്ടങ്ങളിലായി ഉണ്ടാവുകയും അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കുകയും MLA ആയി മാറുന്നതും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും പി ടി തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന് വേണ്ടത്ര പരിഗണന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കിട്ടിയോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം അത്രയധികം ശക്തമായ നിലപാടുകൾ തന്റെ ജീവിതം കൊണ്ട് മാതൃക കാട്ടിയ പി ടി തോമസിനെ കോൺഗ്രസ് നേതൃത്വം അത്ര കണ്ട് പരിഗണിച്ചിരുന്നോ എന്ന ചോദ്യം എന്തായാലും ഏറെ വിമർശന വിധേയമായി ഇനിയും ഉന്നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് ശേഷം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ നൽകുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും ഉപ്പുതോട്ടിൽ നിന്നും ഇടുക്കി ജില്ലയിലൂടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുള്ള യാത്ര തുടരുകയാണ്. അത് ഇടുക്കി ജില്ലയിലെ സന്ദർശന പരിപാടികൾക്ക് ശേഷം എറണാകുളത്തെത്തി പ്രധാനപ്പെട്ട വ്യക്തികൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നു, അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നു. ഇത്തരത്തിൽ ഇപ്പം പുരോഗമിക്കുകയാണ്. എന്തായാലും പി ടി തോമസ് എന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ നമ്മൾ കണ്ടു പരിചയപ്പെട്ട പതിവ് കോൺഗ്രസ് നേതാക്കൾക്ക് അപ്പുറമുള്ള വ്യക്തിത്വമുള്ള വ്യക്തിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം എടുത്ത നിലപാടുകളാണ് അതിൽ അദ്ദേഹത്തിനെ പ്രസക്തനാക്കുന്നതും. കാരണം പരിസ്ഥിതി വിഷയങ്ങളിൽ ഏറ്റെടുത്ത നിലപാടുകൾ, അല്ലെങ്കിൽ കോൺഗ്രസിൽ പതിവ് കാലങ്ങളിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനനുസരിച്ച് നിലപാടെടുക്കുന്ന വ്യക്തി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പി ടി തോമസ്. ഒരു കാലത്ത് അദ്ദേഹം എ ഗ്രൂപ്പിന്റെ ആന്റണിയുടെ, ഉമ്മൻചാണ്ടിയുടെ, വയലാർ രവിയുടെ ഒക്കെ വിശ്വസ്തനായി അറിയപ്പെടുമ്പോഴും അതിനുള്ളിൽ നിന്നുകൊണ്ടും തന്റെ വ്യക്തിത്വം അദ്ദേഹം അറിയിക്കാൻ എക്കാലവും നിലപാടെടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഇടുക്കിയിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇടുക്കി എന്ന പ്രദേശത്ത് തന്നെ വിട്ടുപോരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ പി ടി തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് പോലും വിലയിരുത്തിയ ഒരു ഘട്ടമാണ്. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് ബെന്നി ബെഹനാൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അന്ന് VM സുധീരൻ ഇടപെട്ടാണ് തൃക്കാക്കരയിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് വാങ്ങി നൽകുന്നത്. അന്ന് സ്വാഭാവികമായി എല്ലാവരും കരുതി ഇനി VM സുധീരന്റെ ഒപ്പമായിരിക്കും പി ടി തോമസ് യാത്ര ചെയ്യുക എന്ന്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാണ് അദ്ദേഹം. പിന്നീട് VM സുധീരന്റെ വിമർശനമായി പിന്നീട് പല വേദികളിൽ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ താൻ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കാതെ തന്നെ സ്വന്തം വ്യക്തിത്വം കൃത്യമായ ഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കുന്ന അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി എന്നതാണ് പ്രത്യേകത. മറ്റൊന്നുകൂടിയുള്ളത്, ഈ ഗാഡ്ഗിൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിനെ ഇപ്പോൾ എല്ലാവരും പരാമർശിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുപോലൊരു രാഷ്ട്രീയ നേതാവ് അത്തരമൊരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു പക്ഷേ മറ്റേ ആർക്കെങ്കിലും, ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധിക്കോ അത്തരമൊരു നിലപാടെടുക്കാൻ കഴിയുമോ എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒരു പ്രദേശത്തിന്റെ പൊതുവികാരത്തിന് വ്യത്യസ്തമായുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പരിസ്ഥിതി വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസമായിരുന്നു അത്തരമൊരു നിലപാടെടുത്തതിന് കാരണം. സ്വാഭാവികമായും അടുത്ത തവണ സ്ഥാനാർത്ഥിയാവേണ്ട വ്യക്തിയാണ്, വീണ്ടും ലോക്സഭയിൽ മത്സരിക്കേണ്ട വ്യക്തിയാണ്, മികച്ച വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. ഇതൊക്കെ മുന്നിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും ആ നിലപാടിൽ ഒരു മാറ്റവും വരുത്താതെ പി ടി തോമസ് അന്നങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കടക്കം അത്ഭുതം തോന്നിക്കുന്ന ഒരു
നിലപാടായി മാറുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഈ തരത്തിൽ നിരവധി പ്രത്യേകതയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം, കുടുംബജീവിതം ഒക്കെ പലതുകൊണ്ടും മാതൃകയാക്കാവുന്ന, ഇന്നത്തെ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റു ജനങ്ങൾക്കുമൊക്കെ വളരെയധികം മാതൃകയാക്കാവുന്ന വ്യക്തിത്വ ഉടമയായിരുന്നു പി ടി തോമസ് എന്നതാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പലപ്പോഴും ഇത് ഇപ്പോൾ പലരും ഓർത്തെടുക്കുന്നത് എന്നതാണ് പ്രത്യേകത. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പി ടി തോമസ് എന്ന വ്യക്തിക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെ സംസ്ഥാനത്തിന്റെ പൊതുമണ്ഡലത്തിൽ ലഭിച്ചോ എന്ന കാര്യം ഏറെ ചർച്ചയ്ക്ക് വിധേയമാവേണ്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകുകയാണ്. പാർട്ടി പ്രവർത്തകർ ഒപ്പമുണ്ട്, അത് തുടരുന്നു. തീർച്ചയായും സജിത്താണ് ആ രീതിയിലുള്ള പി ടി തോമസിൻ്റെ പൊതുമണ്ഡലം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഈ അവസരത്തിൽ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം തൊടുപുഴയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൊതുദർശനത്തിന് ശേഷം എറണാകുളത്തേക്ക് കൊണ്ടുവരും. എറണാകുളത്ത് 10 മണിയോടുകൂടിയേ മൃതദേഹം എത്തൂ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 9 മണിക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് ഒരുപക്ഷെ 10 മണിയായേക്കുമെന്നും കരുതുന്നു. ആദ്യം പാലാരിവട്ടത്തെ വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുവരിക. അതിനുശേഷമാകും DCC ഓഫീസിൽ പൊതുദർശനം ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊപ്പം നേരത്തെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംസാരിച്ചിരുന്നു. ഈ മൃതദേഹം എത്തുന്നത് വൈകുമെന്ന കാര്യമാണ് അദ്ദേഹവും സൂചിപ്പിച്ചത്. തുടർന്നുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും വൈകിയാണ് ഇടുക്കിയിലേക്ക് കയറാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സമയത്തിൽ ഒരു ക്രമീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എറണാകുളത്തെത്താൻ 10 മണിയോടുകൂടിയാണ് എറണാകുളത്തെത്തുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ആദ്യം അദ്ദേഹത്തിന്റെ വസതിയിലും പിന്നീട് എറണാകുളം DCC ഓഫീസിലും അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വച്ച ശേഷം അദ്ദേഹത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചേരും. അതിനുശേഷം രവിപുരം ശ്മശാനത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ്. സമയത്തിന്റെ ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റമുള്ളത്. ബാക്കിയെല്ലാം ഇന്നലെ അറിയിച്ചതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വസതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതാത് ഈ മൃതദേഹം എത്തുന്ന മുറയ്ക്ക് അതാത് സ്ഥലങ്ങളിൽ ആളുകൾക്ക് കാണുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടാകും. മുഹമ്മദ് ഷിയാസ് സംസാരിച്ചതാണ് കേട്ടത്. എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ജില്ലാ നേതൃത്വം ഒരുക്കുന്നത്. ആദ്യം പാലാരിവട്ടത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൊണ്ടുവരും. അവിടെ നിന്നായിരിക്കും DCC ഓഫീസിലേക്കും ടൗൺ ഹാളിലേക്കും മൃതദേഹം എത്തിക്കുക. ഒമൈക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നേക്കും. നിലവിൽ 223 പേർക്കാണ് രാജ്യത്ത് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. പ്രതിവാര കേസുകളിൽ 10% വർധനവുണ്ടായാലോ ICU ബെഡുകളിൽ 40% രോഗികൾ എത്തിയാലോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ കടകളിലും പൊതുഗതാഗത വാഹനങ്ങളിലും പ്രവേശനമുള്ളൂ. കർണാടകത്തിൽ ഒരിടത്തും പൊതുചടങ്ങുകളോ ആഘോഷ പരിപാടികളോ നടത്തരുതെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ നിർദ്ദേശം നൽകി. ഗുജറാത്തിൽ രാത്രികാല കർഫ്യൂ ഡിസംബർ 31 വരെ നീട്ടി. ഒമൈക്രോൺ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ജാഗ്രതയോടെ വേണമെന്ന് ആരോഗ്യവകുപ്പ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകളും പരിശോധിക്കും. ക്ലസ്റ്ററുകളിൽ നിന്നുള്ള സാമ്പിളുകളും ജനിതക പരിശോധന നടത്തും. സംസ്ഥാനത്ത് ഇതുവരെ 24 പേർക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിലും ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്നലെ 9 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. മറ്റു സംസ്ഥാനങ്ങളിലും ഒമിക്രോൺ ബാധിതർ കൂടുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരളം പരിശോധന വ്യാപകമാക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിൾ ജനിതക പരിശോധനയ്ക്ക് അയക്കും. കോവിഡ് ക്ലസ്റ്റർ രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ളവരുടെ സാമ്പിളുകളും ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കും. ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിലെ പരിശോധന വർദ്ധിപ്പിക്കും. ഒമിക്രോൺ ബാധിതർ നെഗറ്റീവായാലും നിരീക്ഷണത്തിന് ശേഷമേ ആശുപത്രി വിടാൻ അനുവദിക്കൂ. ക്രിസ്തുമസ് പുതുവത്സര വേളയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. ആക്രമണങ്ങൾ നടന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കൊലപാതകങ്ങളിൽ നേരിട്ട് പങ്കുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനായിട്ടില്ല. കൊലയാളികളെ രക്ഷപ്പെടാൻ സഹായിച്ചയാളെയാണ് ഷാൻ വധക്കേസിൽ പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്.
കേരള മനസാക്ഷിയെ ഞെട്ടിച്ച 2 കൊലപാതകങ്ങൾ. കൃത്യം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് കൊലപാതകത്തിന്റെയും പ്രതികളുടെയും നിർണായക CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. രണ്ട് കുടുംബങ്ങൾ അനാഥമായിട്ട് ഒരാഴ്ചയാകുന്നു. പ്രതികളിലേക്ക് ഇപ്പോഴും പോലീസിന് എത്തിപ്പെടാനായിട്ടില്ല. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ട്രേസിംഗിന് വേണ്ടി കുറേ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. സൈബർ ടീംസ്, പിന്നെ ഹ്യൂമൻ ഇൻ്റലിജൻസ്, ടെക്നിക്കൽ ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഈ ആൾക്കാർക്ക് പിടിക്കാൻ കുറേ ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്ത ശേഷം മുങ്ങി പോകുന്നത് നാച്ചുറലാണ്. അതൊക്കെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിടിക്കും. 2 കൊലപാതകങ്ങളിലും ക്രൂരകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവർ ഇപ്പോഴും ഒളിവിലാണ്. ഷാനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസുമായി വന്ന അഖിൽ എന്നയാളാണ് ഇന്നലെ അറസ്റ്റിലായത്. രഞ്ജിത്ത് വധം ആസൂത്രണം ചെയ്തതായി പോലീസ് കണ്ടെത്തിയ SDPI പ്രവർത്തകരായ അലി അഹമ്മദ്, ആസിഫ് സുധീർ, നിഷാദ്, ഷംസുദ്ദീൻ, അഷ്റഫ് നവാസ്, സുധീർ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. ഷാൻ വധത്തിൽ പിടിയിലായ പ്രസാദ്, രതീഷ് എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. വ്യാപകമായി റെയ്ഡ് നടക്കുന്നുണ്ടെങ്കിലും കൊലയാളികളെക്കുറിച്ച് പോലീസിന് ഇനിയും സൂചനകൾ ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. PN പണിക്കരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് തലസ്ഥാനത്തെത്തും. കൊച്ചിയിൽ നിന്ന് രാവിലെ 11:05 തിരുവനന്തപുരം വിമാനത്താവളത്തിലിറങ്ങുന്ന രാഷ്ട്രപതിയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാഷ്ട്രപതിക്കൊപ്പമുണ്ടാകും. 11:30 പ്രതിമ അനാച്ഛാദന ചടങ്ങ്. തുടർന്ന് പൊതുസമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിന് ശേഷം രാജ്ഭവനിലേക്ക് പോകുന്ന രാഷ്ട്രപതി വൈകിട്ട് 5 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാത്രി രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ രാവിലെ 10:20 ഡൽഹിക്ക് മടങ്ങും. വീണ്ടും വാർത്തകളിലേക്ക്. PTക്ക് വിട. PT തോമസിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. വെല്ലൂരിൽ നിന്നും പുലർച്ചെ 4:30 കമ്പംമേട്ടിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം ഇടുക്കി ഉപ്പുതോട്ടിലെ വീട്ടിലെത്തിച്ചത്. കമ്പംമേട്ടിൽ വെച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, DCC അധ്യക്ഷൻ CP മാത്യു, സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. ആയിരങ്ങളാണ് PTക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത്. ഇടുക്കി, പാലാ ബിഷപ്പുമാരും PTക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. വൈകിട്ട് 5:30 രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. MS അനീഷ് കുമാർ ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. അനീഷ്, വിലാപയാത്ര മൂലമറ്റം പിന്നിട്ട് എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എവിടെയെത്തി? എപ്പോഴേക്കാണ് രാജീവ് ഭവനിൽ പൊതുദർശനം ആരംഭിക്കുക? രേണുക, ഇപ്പോൾ തൊടുപുഴ പട്ടണത്തോട് വിലാപയാത്ര അടുക്കുന്നു എന്നതാണ്. ഒളമറ്റം ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തൊടുപുഴ നഗരത്തിലേക്ക് ഈ വിലാപയാത്ര പ്രവേശിക്കും. നമുക്ക് അല്പസമയത്തിനകം നമ്മുടെ ദൃശ്യങ്ങളിൽ ആ വാഹന വ്യൂഹം കാണാൻ സാധിക്കും. തൊടുപുഴ പട്ടണത്തിൽ തന്നെയുള്ള രാജീവ് ഭവനിലാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. PT കൂടി ഏറെ അധ്വാനിച്ച് നിർമ്മിച്ച ഒരു ഓഫീസ് കെട്ടിടമാണ് തൊടുപുഴയിലായിരുന്നു ഒരുപക്ഷെ PT പൊതുപ്രവർത്തന കാലയളവിൽ ഏറിയ പങ്കും ചിലവഴിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം തൊടുപുഴ MLA ആയും ഇടുക്കി MP ആയും ഒക്കെ സേവനമനുഷ്ഠിച്ച കാലത്ത് ഇടുക്കിയുടെ ഓഫീസ് അടക്കം പ്രവർത്തിച്ചിരുന്നത് തൊടുപുഴ മേഖലയിലായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ PTയെ കാണാനായി എത്തിയതും തൊടുപുഴയിലായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ആ കാലത്തും ഏറിയ പങ്ക് സമയം ചെലവഴിച്ചതും തൊടുപുഴയിലായിരുന്നു. അത്തരത്തിൽ തൊടുപുഴയോട് വൈകാരികമായ ഏറെ അടുപ്പമുള്ള ഒരു നേതാവാണ് PT തോമസ്. അതുകൊണ്ട് തന്നെ തൊടുപുഴയിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ PTയെ കാണാൻ കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ 4:30 ഉപ്പുതോട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇടുക്കിയുടെ മണ്ണിലൂടെ ചുരമിറങ്ങി ഹൈറേഞ്ചിൽ നിന്നും താഴേക്ക് ലോ റേഞ്ച് മേഖലയിലേക്ക് ഇറങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന എറണാകുളത്തേക്കും നീങ്ങുന്നത്. നേരത്തെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇടുക്കി ജില്ലയിൽ എത്തുമെന്നാണ് കണക്ക് കൂട്ടിയതെങ്കിലും പക്ഷേ വെല്ലൂരിൽ നിന്നും വലിയ ദൂരം താണ്ടി വേണമായിരുന്നു ഇടുക്കിയിലേക്ക്
ഈ വിലാപയാത്ര എത്താൻ. അതുകൊണ്ട് തന്നെ സമയം ഏറെ അധികരിച്ചു പോവുകയും 4:30 മാത്രമാണ് ഉപ്പുതോട്ടിലെ വീട്ടിലെത്താൻ കഴിയുകയും ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂർ ഉപ്പുതോട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അടുത്ത അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും അടക്കമുള്ള ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകി. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞാണ് ആ വിലാപയാത്ര അവിടെ നിന്നും പുറപ്പെട്ടത്. തുടർന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലായിരുന്നു ആദ്യം വിലാപയാത്ര എത്തിയത്. അവിടെയും നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിന്നിരുന്നു. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഏറെ നാൾ പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ് പി ടി തോമസ്. അതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ അദ്ദേഹത്തിനെ കാണാൻ നിരവധി പേരെത്തി. പിന്നീടാണ് ഇപ്പോൾ തൊടുപുഴയിലേക്കുള്ള വിലാപയാത്രയുടെ പ്രയാണം തുടരുന്നത്. അല്പസമയത്തിനകം തൊടുപുഴ പട്ടണത്തിൽ ഈ വിലാപയാത്ര എത്തിച്ചേരും. തീർച്ചയായും നമ്മൾ അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊടുപുഴയിലേക്ക് വിലാപയാത്ര അടുക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ തൊടുപുഴയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം രാജീവ് ഭവനിലാണ് എത്തിക്കുക. അവിടെയാണ് പൊതുദർശനം. മൃതദേഹം തൊടുപുഴയിലേക്ക് കൊണ്ടുവരുന്നു എന്നതറിഞ്ഞ് അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകരും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നാട്ടുകാരുമൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനം നിശ്ചയിച്ച സമയത്തിലും ഒരുപക്ഷെ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ടി വരും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അത്രമാത്രം ആളുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്നതും കാത്ത് ഉണ്ട്. ടൗണിലും വഴിയോരങ്ങളിലും ഒപ്പം ഈ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്ന രാജീവ് ഭവനിലുമായി ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ വീട്ടിൽ പുലർച്ചെ മൃതദേഹം കൊണ്ടുവന്നപ്പോഴും ഇതുതന്നെയായിരുന്നു സാഹചര്യം. സമയമൊന്നും ആരെയും ബാധിക്കുന്നില്ല. മണിക്കൂറുകളോളം കാത്തുനിന്നാണ് പ്രിയ നേതാവിന് അന്ത്യാഞ്ജലിയായി അർപ്പിക്കാൻ, യാത്രയയപ്പ് നൽകാൻ ആളുകൾ എത്തിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊടുപുഴയിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നു. വിലാപയാത്ര അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഏറെ നാളത്തെ കർമ്മമണ്ഡലം, അദ്ദേഹം ജനിച്ച സ്ഥലങ്ങൾ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം 1991, 2001 തെരഞ്ഞെടുപ്പുകളിലാണ് തൊടുപുഴയിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഗാഡ്ഗിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളെ തുടർന്ന് അത് പാർട്ടിയിലും മറ്റുമുണ്ടാക്കിയ സ്വാരസ്യങ്ങൾ, അതേ തുടർന്നാണ് അദ്ദേഹം ഇടുക്കി വിട്ട് തൃക്കാക്കരയിലേക്ക് എത്തുന്നത്. 2016 തൃക്കാക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. റോഡിൽ കാത്തുനിന്ന് മൃതദേഹം കൊണ്ടുവരുന്ന ആംബുലൻസിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ആളുകളെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ഒരു പുഷ്പം പോലും പറിക്കരുത് എന്ന അഭിലാഷമാണ് അദ്ദേഹത്തിൻ്റെ അവസാന കുറിപ്പായി, അന്ത്യാഭിലാഷമായി അറിയിച്ചിരുന്നത്. പക്ഷേ ആളുകൾ അതൊന്നും ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിലാപയാത്ര തൊടുപുഴയിലേക്ക് എത്തുന്നു. തൊടുപുഴ ടൗണിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ രാജീവ് ഭവനിലായിരിക്കും പൊതുദർശനം. അതിനുശേഷം അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇടുക്കി ജില്ലയിൽ നിന്നും എറണാകുളത്തേക്ക് മൃതദേഹം കൊണ്ടുവരിക. അവിടെ പാലാരിവട്ടത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായിരിക്കും ആദ്യം മൃതദേഹം എത്തിക്കുക. ആ പാലാരിവട്ടത്തെ വസതിയിൽ നിന്നുമാണ് ചികിത്സയ്ക്കായി അദ്ദേഹം പുറപ്പെടുന്നത്. അവിടേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇനി എത്താനിരിക്കുന്നത്. അതിനുശേഷം DCC ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെ നിന്ന് ടൗൺ ഹാളിലേക്കും പിന്നീട് കാക്കനാട്ടെ ടൗൺ ഹാളിലേക്കും മൃതദേഹം കൊണ്ടുപോയി 5:30 രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ തൊടുപുഴയിൽ ഇപ്പോൾ നിരവധി ആളുകൾ, ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും അവിടുത്തെ വിവരങ്ങളിലേക്കുമൊക്കെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.